ഹായ് മേരി സാത്തിയോ, സബ്കോ ഖുഷാംദീദ്. എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഇന്ന് 7ാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠഭാഗം പഠിക്കാൻ പോവുകയാണ് അല്ലേ? എല്ലാവരും പാഠഭാഗം പഠിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഓക്കെ, അതിനു മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. നിങ്ങളെല്ലാവരും പേപ്പർ വായിക്കാറുണ്ടോ? പത്രം വായിക്കാറുണ്ടോ? ഇല്ലേ, പത്രം വായിക്കാറില്ല, ന്യൂസ് കാണാറുണ്ട് അല്ലേ? ടി വിയിൽ കാണാറുണ്ട്. ശരി, എങ്ങനെയാണെങ്കിലും നിങ്ങൾ വാർത്ത അറിയാറുണ്ട് അല്ലേ? എന്തൊക്കെ വാർത്തയാണ് അടുത്തിടെയായിട്ട് നിങ്ങൾ കണ്ട ന്യൂസ് ചാനലിലോ പേപ്പറിലോ ഒക്കെ നിങ്ങൾ എന്തൊക്കെ വാർത്തകളാണ് അറിഞ്ഞത്? അതെ, ഒരുപാട് വാർത്തകളുണ്ട്. എങ്കിലും നിങ്ങൾക്ക് കുറച്ചുകൂടെ എപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന വാർത്തകളായിട്ട് എന്തൊക്കെയാണ് തോന്നിയത്? അതെ, ഒന്ന് മഴ കനക്കുന്ന കാര്യം, പിന്നെ കപ്പൽ അല്ലേ, നമ്മുടെ അറബിക്കടലിൽ കപ്പൽ മുങ്ങിയത്, പിന്നെ അതെ, അടുത്തിടെ നടന്ന നമ്മുടെ അഹമ്മദാബാദ് വിമാനാപകടം അല്ലേ? അപ്പോൾ ഈ വാർത്തകളൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? സങ്കടം തോന്നി അല്ലേ? വിമാനാപകടമൊക്കെ കണ്ടപ്പോൾ വളരെയധികം സങ്കടം തോന്നി. അതിനുള്ള കാരണം എന്താ? എന്താണ്? അതെ, ഉത്തരം സിമ്പിളാണ്. കാരണം അത് നടന്നത് നമ്മുടെ ഇന്ത്യയിലാണ് അല്ലേ? നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ട് തന്നെ ഇന്ത്യയിലുണ്ടാവുന്ന ഓരോ വേദനകളും നമ്മുടെയും കൂടെ വേദനകളാണ് അല്ലേ? അത് തന്നെയാണ് കാരണം. അതേപോലെ തന്നെ നമ്മുടെ വിമാനാപകടത്തിൽ നമ്മുടെ കേരളത്തിലെ ഒരു വനിതയും മരിച്ചിട്ടുണ്ട്. അവരുടെ ആ ന്യൂസ് കണ്ടപ്പോൾ നമുക്ക് അതിനേക്കാട്ടിലും വിഷമമായി അല്ലേ? മറ്റ് ഇന്ത്യക്കാർ മരിച്ചതിനേക്കാട്ടിലും കുറച്ചുകൂടെ നമുക്ക് സങ്കടം തോന്നി നമ്മുടെ കേരളത്തിലെ ഒരാൾ മരിച്ചപ്പോൾ അല്ലേ? എന്താ അതിന് കാരണം? അതെ, നമ്മുടെ രാജ്യത്തോട് അതുപോലെ തന്നെ നമ്മുടെ നാടിനോടൊക്കെ വളരെയധികം അടുത്തിരിക്കുകയാണ് അല്ലേ? അപ്പോൾ അവിടുത്തെ ഓരോ വേദനയും നമ്മുടെ വേദനയാണ്, ഓരോ സന്തോഷവും നമ്മുടെ സന്തോഷമാണ്, ഓരോ നേട്ടങ്ങളും നമ്മുടെ നേട്ടമാണ് അല്ലേ? അത് തന്നെയാണ് അതിനുള്ള കാരണം. അപ്പോൾ ഉറുദു പഠിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ ഇന്ത്യയെക്കുറിച്ചും കേരളത്തെക്കുറിച്ചും ഒക്കെ പഠിക്കേണ്ട ആവശ്യമില്ലേ? നമ്മുടെ നാടിനെക്കുറിച്ച് പഠിക്കേണ്ട ആവശ്യമില്ലേ? ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ 7ാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠഭാഗം നമ്മുടെ നാടിനെക്കുറിച്ചാണ്. ഓക്കെ, നമ്മുടെ നാടിനെക്കുറിച്ചാണ്. നമുക്കപ്പോൾ നമ്മുടെ 0 പേജ് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ 0 പേജ്. ये है हमारा 0 പേജ്. 0 പേജ് में क्या लिखा है? എന്താ എഴുതിയിട്ടുള്ളത്? അതെ, യൂണിറ്റ് 1 യൂണിറ്റിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. क्या है യൂണിറ്റ് का नाम? देश सजाए. ദേശ് സജായേ. ദേശ് സജായേ എന്താ അതിൻ്റെ അർത്ഥം? അതെ, നമ്മുടെ നാടിനെ അലങ്കരിക്കാം. നമ്മുടെ നാട് അല്ലെങ്കിൽ നമ്മുടെ ദേശമൊക്കെ നമുക്ക് അലങ്കരിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനു മുന്നേ നോക്കൂ, ഇവിടെ എന്തൊക്കെ ചിത്രങ്ങളാണ് കാണുന്നത്? ഇതൊക്കെ എവിടുത്തെ കലാരൂപങ്ങളാണ്? അതെ, നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാൻ കഴിയും, ഇതെല്ലാം നമ്മുടെ കേരളത്തിലെ കലാരൂപങ്ങളാണ്. കഥകളിയാണെങ്കിലും ഒപ്പനയാണെങ്കിലും മാർഗംകളിയാണെങ്കിലും ഒക്കെ നമ്മുടെ കേരളത്തിലെ കലാരൂപങ്ങളാണ് അല്ലേ? അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠഭാഗം നമ്മുടെ കേരളത്തിനെ കുറിച്ചിട്ടുള്ളതാണ്, നമ്മുടെ സ്വന്തം നാടായ കേരളത്തെക്കുറിച്ച്. അപ്പോൾ ഇതിന് താഴെ ഒരു 2 വരി ഷെയർ കൊടുത്തിട്ടുണ്ട് അല്ലേ? ആ ഷെയർ എന്താണെന്ന് നമുക്ക് നോക്കാം.
घर बनाया है मगर जन्नत में हम रहते हैं हमारी खुश नसीबी है कि हम भारत में रहते हैं എന്താ ഇതിൽ പറഞ്ഞത് ज़मीन पर घर बनाया है मगर जन्नत में हम रहते हैं അല്ലേ നമ്മുടെ വീട് നിർമ്മിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ വീട് എവിടെയാണ് ഭൂമിയിലാണെങ്കിലും നമ്മൾ ശരിക്കും ജന്നത്തിലാണ് താമസിക്കുന്നത് എന്നുവെച്ചാൽ സ്വർഗത്തിലാണ് താമസിക്കുന്നത് കാരണം എന്താ ഹമാരി ഖുഷ് നസീബി ഹേ കെ ഹം ഭാരത് മേ രഹത്തെ ഹേ നമ്മുടെ ഭാഗ്യമാണ് നമ്മൾ ഭാരതത്തിലാണ് താമസിക്കുന്നത് എന്ന് അപ്പോൾ മൊത്തം ഇതിൻ്റെ ആശയം എന്താണ് നമ്മുടെ ഇന്ത്യ നമ്മുടെ ഭാരതം സ്വർഗതുല്യമായ ഒരു രാജ്യമാണ് നമ്മൾ അവിടെയാണ് വസിക്കുന്നത് എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗ്യമാണ് നമ്മൾ ഭൂമിയിലാണ് താമസിക്കുന്നതെങ്കിലും ശരിക്കും സ്വർഗതുല്യമാണ് നമ്മുടെ ഇന്ത്യ അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ആശയം ഓക്കെ മനസ്സിലായല്ലോ അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഭാരതീയരായതിൽ അഭിമാനിക്കുന്നു അല്ലേ കേരളത്തിലായതിൽ ഒന്നുകൂടെ അഭിമാനിക്കുന്നു അങ്ങനെയല്ലേ നമ്മുടെ മൊഡ്യൂളുടെ ചിത്രമാണിത് അല്ലേ നമ്മുടെ പാഠഭാഗത്തിൻ്റെ ചിത്രമാണിത് എന്താ പാഠത്തിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് എന്താ കൊടുത്തിരിക്കുന്നത് ഖുദാക്കി അപ്നി ബസ്തി ഖുദാക്കി അപ്നി ബസ്തി എന്താ അർത്ഥം ഖുദ ആരാ അതെ ദൈവം അല്ലേ ദൈവത്തിൻ്റെ സ്വന്തം നാട് ദൈവത്തിൻ്റെ സ്വന്തം നാട് അല്ലെങ്കിൽ ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന സ്ഥലം ഏതാണ് അതെ നമ്മുടെ കേരളമാണ് അല്ലേ അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ കേരളത്തിനെ കുറിച്ചുള്ള ഒരു നസ്മാണ് ഇതിൽ പഠിക്കാൻ പോകുന്നത് അല്ലേ കേരളത്തിനെ കുറിച്ചുള്ള ഒരു നസ്മാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ അത് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് കേരളത്തിനെക്കുറിച്ച് എന്തൊക്കെ അറിയാം അതൊന്നും നമുക്ക് നോക്കണ്ടേ നമ്മൾ കഴിഞ്ഞ 5ലും 6ലും ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ കുറേ കാര്യങ്ങൾ അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ നാടിനെക്കുറിച്ച് അറിയുന്നത് എന്നൊന്ന് നോക്കിയാലോ അതിന് ശേഷം നമുക്ക് പാഠഭാഗത്തിലേക്ക് വരാം എങ്കിൽ പറഞ്ഞു തുടങ്ങിക്കോളൂ നിങ്ങൾക്ക് നമ്മുടെ കേരളത്തിനെക്കുറിച്ച് എന്തൊക്കെ അറിയാം അതെ കേരളത്തിനെക്കുറിച്ച് നമുക്ക് ആദ്യമായി പറയാനുള്ള ഒരു കാര്യം എന്താ കേരളം നമ്മുടെ സംസ്ഥാനമാണ് അല്ലേ സംസ്ഥാനത്തിന് നമ്മൾ എന്താ പറയുക ഉറുദുവിൽ അതെ റിയാസത്ത് എന്നാണ് പറയുക അല്ലേ റിയാസത്താണ് കേരള ഹമാര റിയാസത്ത് ഹേ പിന്നെയോ കേരള പ്യാരാ ഹേ ഓക്കെ പ്യാരയാണ് അല്ലേ പ്രിയപ്പെട്ടതാണ് പിന്നെയോ ഖൂബ്സൂറത്ത് ഹേ അല്ലേ അതെ വളരെ ഭംഗിയുള്ളതാണ് നമ്മുടെ കേരളം പിന്നെ ഹരിയാലി ഹേ അല്ലേ വളരെ പച്ചപ്പ് നിറഞ്ഞതാണ് പിന്നെയോ അതെ ഖേത്തുണ്ട് അല്ലേ എന്താ ഖേത്ത് അതെ വയലുണ്ട് പിന്നെയോ നദിയുണ്ട് പിന്നെയോ പിന്നെന്തൊക്കെ ഉണ്ട് പഹാടുണ്ട് അല്ലേ പഹാഡ് എന്താ മല അല്ലേ പഹാടുണ്ട് മലയുണ്ട് പിന്നെ എന്തൊക്കെ ഉണ്ട് പിന്നെ പുഴയുണ്ട് ദരിയ ഉണ്ട് അല്ലേ അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത്രയേ ഉള്ളൂ അല്ല ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ കേരളത്തിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെയുള്ള ഈ വസ്തുക്കളെ മാത്രമാണോ ഓർമ്മ വരുന്നത് ശരിക്കും കേരളത്തിനെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സുകളിൽ ഓർമ്മ വരേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് ഐക്യം അടുത്തത് ഒരുമ ഐക്യവും ഒരുമയും അല്ലേ ഐക്യത്തിന് നമ്മൾ എന്താ പറയുക അതെ ഇത്തിഹാദ് പിന്നെ ഇത്തിഹാദ് ഇത്തിഫാക്ക് എന്നൊക്കെ പറയില്ലേ ഐക്യം ഒരുമ എന്താ അത് പറയാനുള്ള കാരണം
അതെ, കേരളീയർ ഒറ്റക്കെട്ടാണ് എല്ലാ കാര്യത്തിലും, അല്ലേ? നമ്മുടെ അടുത്തിടെയുണ്ടായ 2 വലിയ ദുരന്തങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. 2018 പ്രളയം, അതേപോലെ തന്നെ കഴിഞ്ഞ വർഷം നമ്മുടെ നാട്ടിലുണ്ടായ വയനാട് ഉരുൾപൊട്ടൽ. ഇതൊക്കെ ഉണ്ടായപ്പോൾ കേരളം എങ്ങനെയാണ് അതിനെ അതിജീവിച്ചത്? അതെ, ഇവിടുത്തെ ആളുകളുടെ പരസ്പര സ്നേഹവും ഐക്യവും ഒരുമയും ഒക്കെ കൊണ്ടാണ് നമുക്കെല്ലാവർക്കും അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞത്, അല്ലേ? എത്രയോ ദൂരം പോയി നമ്മൾ അവിടെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് പുതിയ പുതിയ വസ്ത്രങ്ങളും അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങളും എല്ലാം, അല്ലേ, എല്ലാം അവിടെ എത്തിച്ചവരുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് കുട്ടികൾ സ്വന്തം നമ്മുടെ കുടുക്ക, അല്ലേ, നമ്മൾ സേവിങ്സ് ചെയ്യുന്ന നമ്മുടെ ചെറിയ കുടുക്കി ഉണ്ടാവില്ലേ, പൈസയൊക്കെ ഇട്ട് വയ്ക്കുന്ന, അതടക്കം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ കേരളീയർക്ക് വേണ്ടി ചിലവഴിക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്കറിയാം നമ്മുടെ കേരളം അത്രയും മനോഹരമാണ്. ഇവിടെയുള്ള കേരളീയരുടെ ഐക്യവും ഒരുമയും ഒക്കെയാണ് അതിനുള്ള കാരണം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കേരളം, അതെ, ഖുദാക്കി അപ്നി ബസ്തി എന്ന് പറയുന്നത്, അല്ലേ? ശരിക്കും ദൈവത്തിൻ്റെ സ്വന്തം നാട് തന്നെയാണ് കേരളം. അപ്പോൾ അങ്ങനെയുള്ള കേരളത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അല്ലേ? ഒരു നെസ്മാണെന്നും മനസ്സിലായി. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കേരളത്തിനെക്കുറിച്ച് കുറേ വാക്കുകൾ ഓർത്തെടുത്തു, അല്ലേ? കേരളത്തിനെക്കുറിച്ച് കുറേ വാക്കുകൾ നമ്മൾ ഓർത്തെടുത്തു. അപ്പോൾ നമ്മുടെ പാഠഭാഗത്ത് എന്താണ് പറയുന്നത് എന്ന് നോക്കാം, അല്ലേ? നോക്കൂ, കിഷോർ അജ്മൽ കാ ദോസ്ത് ഹേ, ഉസ്കാ ഘർ ബിഹാർ में है. एक दिन किशोर अजमल के घर आया, जहाँ पास ही बहती हुई नदी, पहाड़ और नारियल के पेड़ को देखकर किशोर ने कहा, केरला खुदा की अपनी ही बस्ती है. അല്ലേ? എന്താ പറഞ്ഞത്? കിഷോർ അജ്മൽ കാ ദോസ്ത് ഹേ. കിഷോർ ആരുടെ കൂട്ടുകാരനാണ്? അജ്മലിൻ്റെ കൂട്ടുകാരനാണ്. ഉസ്കാ ഘർ ബിഹാർ മേം ഹേ. എവിടെയാ കിഷോറിൻ്റെ വീട്? അതെ, ബിഹാറിലാണ്, അല്ലേ? ഏക് ദിൻ കിഷോർ അജ്മൽ കെ ഘർ ആയ. ഒരു ദിവസം കിഷോർ അജ്മലിൻ്റെ വീട്ടിൽ വന്നു. ജഹാ പാസ് ഹി ബഹത്തി ഹുയി നദി, പഹാഡ് ഔർ നാരിയൽ കെ പേട് കോ ദേഖുകർ കിഷോർ നെ കഹാ. അവിടെ ഒഴുകുന്ന നദിയും മലകളും നമ്മുടെ തെങ്ങുകളും ഒക്കെ കണ്ടപ്പോൾ കിഷോർ പറയാണ്, കേരള ഖുദാക്കി അപ്നി ഹി ബസ്തി ഹേ. അല്ലേ? കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് തന്നെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് എന്ന്, അല്ലേ? അപ്പോൾ കേരളത്തിനെക്കുറിച്ച് 2 പേരും കൂടെ അതിനുശേഷം എന്ത് ചെയ്യാണ്? ഒരു കവിത പാടുകയാണ് കേട്ടോ, ഒരു കവിത ചൊല്ലുകയാണ്. അപ്പോൾ അതാണ് നമുക്ക് ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, ഉറുദുവിൽ കേരളത്തിനെക്കുറിച്ചുള്ള കവിത പഠിക്കുന്നതിന് മുന്നേ നമുക്ക് മലയാളത്തിൽ നമ്മുടെ മാധുരി ജബാനിൽ കേരളത്തിനെക്കുറിച്ച് ഒരു കവിത കേട്ട് നോക്കാം. ഓക്കെ. കേരളം കേരളം കേരമരതക കോകിലം, പുഴകളും പൂക്കളും മോടികൂട്ടും കേരളം, വയലുകൾ പലതരം ഹരിതാഭമായൊരു കേരളം, തുഞ്ചനും കുഞ്ചനും കവിത പാടിയ കേരളം, എം.ടിയും വൈക്കവും കഥകളെഴുതിയ കേരളം, സ്നേഹവും സമൃദ്ധിയും കളിയാടിടുന്നൊരു കേരളം, നന്മയുള്ളൊരു കേരളം, എൻ്റെ സ്വന്തം കേരളം. കേരളം കേരളം
കേരമരതകോകിലം. നമ്മൾ കേരളത്തിനെക്കുറിച്ചുള്ള മലയാളത്തിലുള്ള കവിത കേട്ടു അല്ലേ? മലയാളത്തിലുള്ള ഒരു ചെറിയ കവിത കേട്ടു. എങ്ങനെയുണ്ടായിരുന്നു? അതെ, നന്നായിട്ടുണ്ടായിരുന്നു അല്ലേ? നന്നായിട്ടുണ്ടായിരുന്നോ? ആ, ഉണ്ടായിരുന്നു. അതിലൊരുപാട് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? നമ്മൾ ഉറുദുവിൽ കേരളത്തിനെക്കുറിച്ച് പദസൂര്യൻ നിർമ്മിച്ചതുപോലെ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുഴകളുണ്ട്, പൂക്കളുണ്ട്, വയലുകളുണ്ട്, അതേപോലെ തന്നെ സുന്ദരമാണ്, പ്രിയപ്പെട്ടതാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? ഇനി നമ്മുടെ പാഠപുസ്തകത്തിൽ കേരളത്തിനെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ആദ്യം ഒന്ന് പാഠഭാഗം വായിച്ചു നോക്കാം. ഓക്കെ. ഹിന്ദുസ്ഥാൻ കാ പ്യാരാ ഹേ, കേരൾ സബ്സെ ന്യാരാ ഹേ, നദിയാം ഉജലി സതരി ഹൈ, कैसी प्यारी प्यारी है, नारियल और सुपारी है, चाय काजू न्यारी है, हरी भरी हरियाली है, हर जा ये खुशहाली है. इनियो पढ़ने लिखने में आगे, मेहनत करने में आगे, हर जा आते जाते हैं, अपनी रोज़ी खाते हैं, आपस में न लड़ते हैं, मिलजुल कर ही रहते हैं, केरल में जो बसते हैं, प्यारे प्यारे होते हैं. അപ്പോൾ ഇതാണ് നമ്മുടെ പാഠഭാഗം. അപ്പോൾ ഇതെങ്ങനെ ഒന്ന് ചൊല്ലി നോക്കുക? എങ്ങനെയാണൊന്ന് ചൊല്ലി നോക്കാം? ഒന്ന് ചൊല്ലി നോക്കാം അല്ലേ? ഹിന്ദുസ്ഥാൻ കാ പ്യാരാ ഹേ, കേരൾ സബ്സെ ന്യാരാ ഹേ, നദിയാം ഉജലി സതരി ഹേ, കൈസി പ്യാരി പ്യാരി ഹേ, നാരിयल और सुपारी है, चाय काजू न्यारी है, हरी भरी हरियाली है, हर जाए खुशहाली है. പാടുന്നുണ്ടോ? പാടാൻ കിട്ടുന്നുണ്ടോ? ബാക്കിയുള്ളതും കൂടി നോക്കാം അല്ലേ? പഠനെ ലിഖനെ മേം ആകെ, മെഹനത്ത് കർനെ മേം ആകെ, ഹർ ജാ ആത്തെ ജാത്തെ ഹേ, अपनी रोज़ी खाते हैं, आपस में न लड़ते हैं, मिलजुल कर ही रहते हैं, केरल में जो बसते हैं, प्यारे प्यारे होते हैं. അപ്പോൾ നമ്മൾ പാഠഭാഗം ഒന്ന് ചൊല്ലി നോക്കി. നിങ്ങൾ നല്ല രീതിയിൽ ചൊല്ലി നോക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിലെ ആശയം കൂടെ ഒന്ന് നോക്കാം. എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആശയം ഒന്ന് നമുക്ക് നോക്കാം. ഹിന്ദുസ്ഥാൻ കാ പ്യാരാ ഹേ, കേരൾ സബ്സെ ന്യാരാ ഹേ. ഇന്ത്യയുടെ പ്രിയപ്പെട്ട കേരളം, ഇന്ത്യയുടെ പ്രിയപ്പെട്ട കേരളം വളരെയധികം മറ്റേതൊരു സംസ്ഥാനത്തേക്കാളും അല്ലെങ്കിൽ മറ്റേതൊരു സ്ഥലത്തേക്കാളും വളരെയധികം മനോഹരമാണ്. നദിയാം ഉജലി സതരി ഹേ, കൈസി പ്യാരി പ്യാരി ഹേ. മിന്നിത്തിളങ്ങിക്കൊണ്ടൊഴുകുന്ന നദികൾ എത്ര പ്രിയപ്പെട്ടതാണ് എന്നാണ് പറയുന്നത് കേട്ടോ ഈ വരിയിൽ. അടുത്തതോ നാരിയൽ ഓർ സുപാരി ഹേ, ചായേ കാജു ന്യാരി ഹേ. തെങ്ങും അതേപോലെ തന്നെ തെങ്ങല്ല തേങ്ങയും അടക്കയും കശുവണ്ടിയും അതേപോലെ ചായയും ഒക്കെ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഹരി പരി ഹരിയാലി ഹേ, ഹർജാ യേ ഖുശ്ഹാലി ഹേ. എല്ലാ ഭാഗവും പച്ചപ്പാണ് അല്ലേ? എല്ലാ ഭാഗവും പച്ചപ്പാണ്, എല്ലായിടവും സമ്പൽ സമൃദ്ധിയുമാണ്. അടുത്തതോ പഠനെ ലിഖനെ മേം ആകെ, മെഹനത്ത് കർനെ മേം ആകെ. പഠനത്തിലും എഴുത്തിലുമൊക്കെ മുൻപന്തിയിലാണ്, അതേപോലെ അധ്വാനത്തിൻ്റെ കാര്യത്തിൽ മുന്നിലാണ്. ഹർജ ആത്തെ ജാത്തെ ഹേ, അപ്പിനി റോസി കാത്തെ ഹൈ. എല്ലാ ഭാഗത്തും പോയെത്തുന്നവരാണ് നമ്മൾ, എല്ലാ ഭാഗത്തും പോയെത്തുന്നവരാണ്. എന്നിട്ടോ
അവിടെ ഉപജീവനം നടത്തുന്നവരാണെന്ന്. എന്നിട്ട് ഉപജീവനം നടത്തുന്നവർ എന്ന് വെച്ചാൽ എന്താ, ലോകത്തിൻ്റെ പല ഭാഗത്തും നമ്മുടെ കേരളീയരുണ്ട്. അവിടെയെല്ലാം അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഉപജീവനത്തിനായി എത്തിപ്പെടുന്നുണ്ട്. ആപ്പസ് മേം ന ലഡ്തേ ഹേ മിൽജുൽ കർ ഹീ രഹത്തേ ഹേ. പരസ്പരം വഴക്കൊന്നും ഉണ്ടാക്കാറില്ല, അല്ലെങ്കിൽ യുദ്ധമൊന്നും ചെയ്യാറില്ല. മിൽജുൽ കർ ഹീ രഹത്തേ ഹേ, നമ്മളെല്ലാവരും ഒരുമയോടുകൂടെയാണ് താമസിക്കുന്നത്. കേരൾ മേം ജോ ബസ്തേ ഹേ പ്യാരേ പ്യാരേ ഹോത്തേ ഹേ. കേരളത്തിൽ താമസിക്കുന്നവർ വളരെയധികം പ്രിയപ്പെട്ടവരാണ്. അപ്പോൾ ഈ ഓരോരോ വരിയുടെ അർത്ഥമാണ് നമ്മൾ നോക്കിയത്. ഇനി മൊത്തമായിട്ട് നമുക്കിതിൻ്റെ ആശയം ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇന്ത്യയുടെ ഏറ്റവും പ്രിയപ്പെട്ട, ഇന്ത്യയിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് നമ്മുടെ കേരളം. ആ കേരളം വളരെയധികം മനോഹരമാണ്. കേരളം കാണാൻ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് അല്ലേ? അതിനുള്ള കാരണം എന്താണ്? ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള സ്ഥലമാണ് കേരളം. അതേപോലെ ഇവിടെയുള്ള പുഴകളും മറ്റുള്ളതെല്ലാം അല്ലേ വളരെയധികം മനോഹരമാണ്. എന്ന് വെച്ചാൽ ഒരുപാട് മനോഹാരിത നിറഞ്ഞു തുളുമ്പുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം. പിന്നെയോ അടുത്ത വരികളിലൂടെ എന്താ പറയുന്നത്? ഇവിടെയുള്ള നമ്മുടെ തെങ്ങ്, അതുപോലെ തേങ്ങ അല്ലേ, തേങ്ങ, അടയ്ക്ക, ചായ, കാപ്പി, അതേപോലെ തന്നെ കശുവണ്ടി, അങ്ങനെയുള്ള ഒരുപാട് വിളകളുണ്ട്, ഒരുപാട് കൃഷി ഉൽപ്പന്നങ്ങൾ കേരളത്തിൻ്റെ സമ്പൽ സമൃദ്ധിക്ക് കാരണമാകുന്നു. അതേപോലെയോ പഠിനെ ലിഖിനെ മേം ആകെ മെഹനത്ത് കർണേ മേം ആകെ. നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം മുന്നിലാണ് അല്ലേ? കേരളത്തിനെ പോലെ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുന്ന അല്ലെങ്കിൽ പ്രാധാന്യം നൽകുന്ന വേറൊരു സംസ്ഥാനം ഇന്ത്യയിൽ ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് അല്ലേ, നമ്മൾ സ്കൂളുകളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ഫ്രീ ആയി തരുന്നത് പഠിക്കാനായിട്ട് അല്ലേ? നമ്മളൊന്ന് പഠിക്കാൻ വേണ്ടി സ്കൂളിലേക്ക് പോകേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അതേപോലെ അധ്വാനിക്കുന്നതിൻ്റെ കാര്യത്തിലും നമ്മളെല്ലാവരും മുന്നിലാണ്. അതേപോലെ അടുത്ത വരിയിൽ എന്താ പറയണേ? ഹർജ ആത്തേ ജാത്തേ ഹേം അപ്പിനി റോസി കാത്തേ ഹേം. എന്ന് വെച്ചാൽ നമ്മൾ ലോകത്തിൻ്റെ പല ഭാഗത്തും കേരളീയരുടെ സാന്നിധ്യമുണ്ട് അല്ലേ? പല പല ഉന്നതമായ പൊസിഷനുകളിലും കേരളീയരുണ്ട്. അവിടെയെല്ലാം പോയി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ നമ്മുടെ ഉപജീവനം നടത്തുന്നുണ്ട്. അടുത്തതോ ആപ്പസ് മേം ന ലഡ്തേ ഹേ മിൽജുൽ കർ ഹീ രഹത്തേ ഹേ. പരസ്പരം പോരടിക്കാതെ വളരെയധികം ഐക്യത്തോടുകൂടെയും ഒരുമയോടുകൂടെയുമാണ് നമ്മുടെ കേരളത്തിൽ എല്ലാവരും ജീവിക്കുന്നത്. കേരൾ മേം ജോ ബസ്തേ ഹേ പ്യാരേ പ്യാരേ ഹോത്തേ ഹേ. കേരളത്തിൽ താമസിക്കുന്നവർ വളരെയധികം പ്രിയപ്പെട്ടവരാണ്. നമ്മൾ കേരളത്തിനെക്കുറിച്ച് മൊത്തമായിട്ടുള്ള എല്ലാ ആശയവും അടങ്ങിയിട്ടുള്ള ഒരു നല്ല നസ്മാണ് ഇത്. അപ്പോൾ നമ്മൾ നമ്മുടെ നസ്മ നോക്കി, അതേപോലെ തന്നെ അതിൻ്റെ ആശയമൊക്കെ നോക്കി. അപ്പോൾ നിങ്ങളെല്ലാവരും പാഠഭാഗമൊക്കെ നന്നായി കേട്ട് വായിച്ച് പഠിക്കുക. ഇനി ഇതിൻ്റെ സർഗർമികൾ, ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഹുദാ ഹാഫിസ്.